കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഫോറൻസിക് വിഭാഗവും പരിശോധന ആരംഭിച്ചു. വിശദമായ പരിശോധന ഉണ്ടാകുമെന്ന് മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായത് ഗൌരവമായ സംഭവമാണെന്ന വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാർ. ആരോഗ്യമന്ത്രി നേരിട്ടെത്തി അപകടമുണ്ടായ അത്യാഹിത വിഭാഗം കെട്ടിടം സന്ദർശിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. വിശദമായ അന്വേഷണം ഉണ്ടാവുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഇവിടെ നിന്ന് രോഗികളെ അവരെ ഇവാക്യുവേറ്റ് ചെയ്യുക, അവര് സുരക്ഷിത സ്ഥാനങ്ങളിൽ അവർക്ക് ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക, ഇതായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം മീറ്റിംഗിന് ശേഷം. മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ആവശ്യമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. 1.5 വർഷം മുമ്പ് തുടങ്ങി കെട്ടിടത്തിൽ പൊട്ടിത്തെറി ഉണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. ഡോറുകൾ പൊട്ടിക്കുന്നു, ജനലുകൾ പൊട്ടിക്കുന്നു, റാമ്പിലെ വെച്ചെടുക്കുന്നു, മതിൽ പൊളിക്കുന്നു. ആംബുലൻസ് ഇവിടെ നിന്ന് കടന്നുപോയത് ഈ ചുറ്റോട് ചുറ്റും കെട്ടിയ ജയിലിലൊക്കെ കെട്ടുമ്പോൾ കെട്ടിയ മതിൽ പൊളിച്ചാണ്. ഇതൊക്കെ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. സംഭവത്തെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഫോറൻസിക് വിഭാഗവും അന്വേഷണം തുടങ്ങി. ഇന്നലെ വൈകിട്ട് 7:45ഓടെയാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ UPS മുറിയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നതും പുക ഉയരുന്നതും. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലെ മുഴുവൻ രോഗികളെയും ഒഴിപ്പിക്കുകയായിരുന്നു. അത്യന്താധുനിക സംവിധാനങ്ങളുടെ 1.5 വർഷം മുമ്പ് ആരംഭിച്ച ഈ കെട്ടിടത്തിൽ എങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി? പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഉണ്ടായ ബദൽ സംവിധാനങ്ങളിൽ എന്തൊക്കെ വീഴ്ചയുണ്ടായി? ഉത്തരങ്ങൾ ആവശ്യമുണ്ട് ഈ ചോദ്യങ്ങൾക്ക്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.